ഇറാഖിലെ പ്രശസ്തമായ ബാബിലോണിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനനം. ഇബ്രാഹിം നബിയുടെ പിതാവ് വിഗ്രഹങ്ങൾ വിൽക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തിരുന്നു. നബി ഒരിക്കൽ തന്റെ പിതാവിനോടും ജനങ്ങളോടും ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അവർ മറുപടി പറഞ്ഞു, വിഗ്രഹങ്ങളെ. നബി ചോദിച്ചു, നിങ്ങൾ വിഗ്രഹങ്ങളെ വിളിക്കുമ്പോൾ അവ അത് കേൾക്കാറുണ്ടോ? നിങ്ങൾക്ക് മറുപടി നൽകാറുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അവ നിങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ? ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങളുടെ പൂർവികർ ആരാധിച്ചത് അവരെയാണ്. അള്ളാഹു ഇബ്രാഹിം നബിക്ക് ചെറുപ്പത്തിൽ തന്നെ മാർഗനിർദ്ദേശം നൽകിയിരുന്നു. അതിനാൽ നബി ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിച്ചില്ല. നബി തന്റെ വിശ്വാസങ്ങൾ പിതാവിലെത്തിക്കാൻ വളരെയധികം ശ്രമിച്ചു. നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ എന്റെ കൂടെ നിൽക്കൂ, ഞാൻ നിങ്ങൾക്ക് നേരായ പാത കാണിച്ചു തരാം. പിതാവിന്റെ മറുപടി പ്രതികൂലമായിരുന്നു. പിതാവിന്റെ കർശനമായ മറുപടിക്ക് ശേഷം ഇബ്രാഹിം നബി അവരിൽ നിന്നും വേർപിരിഞ്ഞു. അക്കാലത്ത് ഈദ് ദിനങ്ങളിൽ അവിടെയുള്ള അവിശ്വാസികളായ ആളുകൾ ഭക്ഷണം പാകം ചെയ്ത് വിഗ്രഹങ്ങളുടെ മുന്നിൽ വെക്കുമായിരുന്നു. പിന്നെ അവർ നഗരത്തിലെ മൈതാനത്ത് ഒത്തുകൂടും. അവർ അവിടെ ആഘോഷിക്കും. വൈകുന്നേരം വീടുകളിലേക്ക് മടങ്ങും. രാവിലെ അവർ വിഗ്രഹങ്ങളുടെ അടുത്ത് സൂക്ഷിച്ചിരുന്ന ഭക്ഷണം എടുത്ത് തബറൂക്കായി കഴിക്കും. അങ്ങനെ ആ ഈദ് ദിനം വന്നപ്പോൾ എല്ലാവരും അതിനായി തയ്യാറായി. പക്ഷേ ഇബ്രാഹിം നബി തയ്യാറായിരുന്നില്ല. അവർ പോകുന്നതിന് മുൻപ് നബിയുടെ അടുത്ത് വന്ന് ഞങ്ങളോടൊപ്പം വരുന്നില്ലേ എന്ന് ചോദിച്ചു. നബി ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, എനിക്ക് അസുഖമാണ്. എല്ലാവരും പോയി. അപ്പോൾ നബി വിഗ്രഹങ്ങളുടെ അടുത്തെത്തി. അവരുടെ മുന്നിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. വിഗ്രഹങ്ങൾ ആ ഭക്ഷണം തൊടുക പോലും ചെയ്തില്ല. നബി അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, നിങ്ങളുടെ മുന്നിൽ ധാരാളം ഭക്ഷണമുണ്ട്. നിങ്ങൾ അത് കഴിക്കാത്തത് എന്താണ്? നിങ്ങൾ എന്താണ് സംസാരിക്കാത്തത്? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? പിന്നെ നബി എല്ലാ വിഗ്രഹങ്ങളെയും കഷ്ണങ്ങളാക്കി മുറിച്ചു. എന്നാൽ അവിടെയുള്ള വലിയൊരു വിഗ്രഹത്തെ ഒന്നും ചെയ്തില്ല. ചെറിയ വിഗ്രഹങ്ങളെല്ലാം തകർത്തതിനു ശേഷം വലിയ വിഗ്രഹത്തിന്റെ തോളിൽ കോടാലി വെച്ചു. ആളുകൾ തിരിച്ചെത്തിയപ്പോൾ ഇത് കണ്ടു. എല്ലാവരും ഒത്തുചേർന്നു. ഇബ്രാഹിം നബിയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഒത്തുകൂടി. ഓ ഇബ്രാഹിം, നീയാണോ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ഇങ്ങനെ ചെയ്തത്? നബിയോട് ചോദിച്ചു. മറുപടി വന്നു, ഈ വലിയ വിഗ്രഹത്തിന്റെ പ്രവൃത്തിയാണിത്. എന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ആരാണ് അവരെ തകർത്തതെന്ന് നിങ്ങളുടെ ദൈവത്തോട് ചോദിക്കൂ. എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാവരും പരസ്പരം നോക്കി. അവയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കൊരു പ്രയോജനവും ദോഷവും വരുത്താൻ കഴിയാത്ത ഇവരെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? നിങ്ങൾ സ്വയം കൈകൊണ്ട് നിർമ്മിക്കുന്നവരെ നിങ്ങൾ ആരാധിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നബി ചോദിച്ചു. എല്ലാം മനസ്സിലാക്കിയതിനു ശേഷവും അവർ അവരുടെ അവിശ്വാസത്തിൽ ഉറച്ചുനിന്നു. നബിയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. പിന്നെ അവർ ഒരു വയലിൽ ധാരാളം വിറക് ശേഖരിച്ച് തീയിട്ടു. തീ നന്നായി ചൂടായപ്പോൾ അവർ ഇബ്രാഹിം നബിയെ കയറുകൊണ്ട് കെട്ടി ആ തീയിലേക്കിട്ടു. ആ സമയത്തും ഒട്ടും പതറാതെ, എനിക്ക് അല്ലാഹു മതി, അവൻ എന്നെ സഹായിക്കും, അവൻ ഏറ്റവും നല്ല സഹായിയാണ് എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹു തീയോട് പറഞ്ഞു, ഓ തീയെ, ഇബ്രാഹിമിന്റെ മേൽ തണുപ്പാക്കോ, സുരക്ഷിതനാക്കൂ. അതിനാൽ ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ അത് തണുത്തു. അള്ളാഹുവിന്റെ കൽപ്പന കൂടാതെ തീ സ്വയം കത്തില്ല. കാരണം അത് അള്ളാഹുവിന്റെ വെറും സൃഷ്ടിയാണ്. അതിന്റെ സ്വഭാവവും അള്ളാഹുവിനൊപ്പമാണ്. അതിനാൽ അള്ളാഹു തീയോട് തണുക്കാൻ കൽപ്പിച്ചപ്പോൾ അത് തണുത്തു. തീ ഇബ്രാഹിം നബിയുടെ വസ്ത്രങ്ങൾ കത്തിച്ചില്ല. ശരീരത്തിന്റെ ഒരു ഭാഗത്തും ഒന്നും സംഭവിച്ചില്ല. കെട്ടിയിരുന്ന കയറുകൾ മാത്രമേ അത് കത്തിച്ചുള്ളൂ. തീയുടെ ചുറ്റും ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു നബി കത്തുന്നത് കാണാൻ. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലിരിക്കുന്നത് കണ്ട് ആളുകൾ ഞെട്ടിപ്പോയി. നബി തീയിൽ നിന്നും പുറത്തു വന്നു. ഇത്രയും വലിയ അത്ഭുതം കണ്ടതിനു ശേഷവും അവിടെയുള്ള ആരും നബിയെ വിശ്വസിച്ചില്ല, ലൂത്ത് നബി അലൈഹിസ്സലാം ഒഴികെ. ബാബിലോൺ നഗരത്തിലെ മുഴുവൻ ആളുകളും അവിശ്വാസത്തിൽ ഉറച്ചുനിന്നു. എല്ലാവരുടെയും ഈ പെരുമാറ്റം കണ്ട് ഇബ്രാഹിം നബി നിരാശനായി. അവരെന്ത് അത്ഭുതമാണ് എന്നിൽ നിന്നും കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിച്ചു. ആ സമയത്ത് നമ്രൂദ് ആയിരുന്നു ബാബിലോണിലെ ഭരണാധികാരി. ഈ അത്ഭുതത്തിന്റെ വാർത്ത ലഭിച്ചപ്പോൾ നമ്രൂദ് നബിയെ തന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഇബ്രാഹിം നബിയുടെ നാഥനെ കുറിച്ച് അദ്ദേഹം ഇബ്രാഹിം നബിയോട് ചോദിച്ചു. എന്റെ നാഥൻ ജീവനും മരണവും നൽകുന്നവനാണ്. നബി മറുപടി നൽകി, ഞാനും ജീവനും മരണവും നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ നിന്നും രണ്ടുപേരെ കൊണ്ടുവരാൻ അദ്ദേഹം ഉത്തരവിട്ടു. തുടർന്ന് അവരിൽ ഒരാളെ കൊല്ലുവാനും മറ്റൊരാളെ വിട്ടയക്കുവാനും അദ്ദേഹം വിധി പറഞ്ഞു. എന്റെ കൽപ്പനകൾ കാരണം ആളുകൾക്ക് മരണവും ജീവിതവും ലഭിച്ചു. നമ്രൂദ് പറഞ്ഞു. തീർച്ചയായും, എന്നാൽ എന്റെ അള്ളാഹു സൂര്യനെ പടിഞ്ഞാറിൽ നിന്നും കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. നിങ്ങൾക്കത് പറ്റുമോ? നബി ചോദിച്ചു. നമ്രൂദ് ഉത്തരം നൽകിയില്ല. തുടർന്ന് അദ്ദേഹം ഇബ്രാഹിം നബിയോട് നഗരം വിട്ടുപോകാൻ കൽപ്പിച്ചു. നബി ഇറാഖ് വിട്ട് സിറിയയിലേക്ക് പോയി. അവിടെ അദ്ദേഹം തന്റെ അമ്മാവന്റെ മകളായ സാറ ബീവിയെ വിവാഹം കഴിച്ച് താമസിക്കാൻ തുടങ്ങി. ആ നഗരത്തിലെ ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നില്ല, എന്നാൽ നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്നു. രാത്രിയിൽ നക്ഷത്രങ്ങൾ ദൃശ്യമായതിനാൽ രാത്രിയിലായിരുന്നു അവരുടെ ആരാധന. ഒരു രാത്രി ഇബ്രാഹിം നബി ആ ആളുകളോടൊപ്പം പോയി ഒരു തിളങ്ങുന്ന നക്ഷത്രം കണ്ടു. തമാശയായി അവരോട് പറഞ്ഞു, ഇതാണ് എന്റെ ദൈവം.
പിന്നെ നക്ഷത്രം മറഞ്ഞിരിക്കുമ്പോൾ നബി അവരോട് പറഞ്ഞു, മറഞ്ഞിരിക്കുന്ന ഇതെങ്ങനെ എന്റെ ദൈവമാകും? അടുത്ത രാത്രി ചന്ദ്രനെ കണ്ടു, ഇതാണ് എന്റെ ദൈവം എന്ന ആളുകളോട് പറഞ്ഞു. പിന്നെ പകൽ വന്ന് ചന്ദ്രൻ മറഞ്ഞിരിക്കുമ്പോൾ നബി വീണ്ടും പറഞ്ഞു, ഇതെങ്ങനെ എന്റെ ദൈവമാകും? ആർക്കെങ്കിലും തന്റെ ദൈവത്തെ ആവശ്യം വരുമ്പോൾ അവർ എന്തു ചെയ്യും? ഈ വാക്കുകളിലൂടെ നബി ആളുകളെ നേരായ ചിന്തയിലേക്ക് ക്ഷണിച്ചു. അതിലൂടെ ആളുകൾ ചിന്തിക്കണം, ഇവയൊന്നും ആരാധിക്കാൻ യോഗ്യമല്ല, ഇവയെല്ലാം വെറും സൃഷ്ടികൾ മാത്രമാണ്, അവയുടെ സൃഷ്ടാവ് മറ്റൊരാളാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ ആളുകൾ അപ്പോഴും നേരായ വിശ്വാസത്തിലേക്ക് വന്നില്ല. അതിനാൽ ഇബ്രാഹിം നബി വീണ്ടും കുടിയേറാൻ തീരുമാനിച്ചു. ഈജിപ്തിലേക്ക് പോയി. ഒരാൾ കുടിയേറി പാർത്തിട്ടുണ്ടെന്നും കൂടെ അതിസുന്ദരിയായ ഒരു സ്ത്രീയുണ്ടെന്നും ഈജിപ്തിലെ രാജാവ് കേട്ടു. ആ സ്ത്രീയെ എന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവളോടൊപ്പമുള്ള പുരുഷൻ ആരാണെന്ന് കണ്ടെത്താൻ രാജാവ് തന്റെ ആളുകളെ അയച്ചു. അവൻ അവളുടെ ഭർത്താവാണെങ്കിൽ അവനെ ഞാൻ കൊല്ലും. അള്ളാഹു നബിക്ക് ഈ സന്ദേശം അയച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം സാറ ബീവിയോട് പറഞ്ഞു, അവർ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ എന്റെ സഹോദരിയാണെന്നേ പറയാവൂ. ആ ക്രൂരനായ രാജാവ് സാറ ബീവിയെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. ബീവിയോട് വളരെ മോശമായി പെരുമാറാനായി കൈനീട്ടിയപ്പോൾ സാറ ബീവി അള്ളാഹുവിനോട് ദുആ ചെയ്തു. പ്രാർത്ഥനയുടെ അനുഗ്രഹത്താൽ ആ രാജാവിന്റെ കൈ മരവിച്ചുപോയി. രാജാവ് അലറി നിലവിളിക്കാൻ തുടങ്ങി. എല്ലാ ദാസന്മാരും വന്നു. ഇത് കണ്ട് സാറ ബീവി ഭയന്നു. പിന്നെ അള്ളാഹുവിനോട് രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു. രാജാവിന്റെ കൈ സുഖം പ്രാപിച്ചു. പക്ഷെ അതേ കാര്യം വീണ്ടും ചെയ്തപ്പോൾ രാജാവിന്റെ കൈ വീണ്ടും മരവിച്ചു. അത് 3 തവണ ആവർത്തിച്ചു. അവസാനമായി രാജാവ് ബീവിക്ക് വാഗ്ദാനം ചെയ്തു, ഇത്തവണ ഈ പ്രശ്നത്തിൽ നിന്നും നീ എന്നെ രക്ഷിച്ചാൽ നിന്നെ ഞാൻ ഉപദ്രവിക്കുന്നത് നിർത്താം, നിന്നെ ഞാൻ സംരക്ഷിക്കാം. സാറ ബീവി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ രാജാവ് സുഖം പ്രാപിക്കുകയും സാറ ബീവിയെ ബഹുമാനത്തോടെ വിട്ടയക്കുകയും ചെയ്തു. തന്റെ ദാസിയായ ഹാജറയെ ബീവിക്ക് സേവനത്തിനായി നൽകി. അങ്ങനെ അവർ പലസ്തീനിലേക്ക് പോയി. ഇബ്രാഹിം നബിക്ക് 86 വയസ്സായിരുന്നു അന്ന്. അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലായിരുന്നു. സാറ ബീവി നബിയോട് ഹാജറ ബീവിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു. പിന്നീട് ഇബ്രാഹിം നബിയും ഹാജറ ബീവിയും വിവാഹിതരായി. അള്ളാഹു ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ച് അവർക്കൊരു മകനെ നൽകി അനുഗ്രഹിച്ചു, ഇസ്മായിൽ നബി അലൈഹിസ്സലാം. തുടർന്ന് അള്ളാഹു ഹാജറ ബീവിയോടും കുട്ടിയായ മകൻ ഇസ്മായിൽ നബിയോടും മക്കയിലേക്ക് പോകാൻ ഉത്തരവിട്ടു. ആ സമയത്ത് മക്ക ഒരു തരിശു ഭൂമിയായിരുന്നു. ഇബ്രാഹിം നബി ഭാര്യയെയും മകനെയും അവിടെ നിർത്തി തിരിച്ചു പോകാൻ ആരംഭിച്ചു. അപ്പോൾ ഹാജറ ബീവി വളരെ അത്ഭുതത്തോടെ തന്റെ ഭർത്താവിനോട് ചോദിച്ചു, എവിടെയാണ് ഞങ്ങളെ വിട്ടുപോകുന്നത്? ഇവിടെ വെള്ളമില്ല, ഭക്ഷണമില്ല, മനുഷ്യനില്ല. ഇബ്രാഹിം നബി മറുപടി കൊടുക്കാതെ തിരിച്ചു നടന്നു. ബീവി പിറകെ പോയി, അള്ളാഹു നിങ്ങളോട് ഇത് ചെയ്യാൻ കൽപ്പിച്ചോ? അപ്പോൾ ഇബ്രാഹിം നബി അതേ എന്ന് തലയാട്ടി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഭക്ഷണവും വെള്ളവും തീർന്നു. ഭക്ഷണക്കുറവ് കാരണം ബീവിയുടെ പാലും വറ്റിപ്പോയി. കുട്ടിയായ ഇസ്മായിൽ നബി വിശന്ന് കരയുന്നത് ഹാജറ ബീവിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതിനാൽ അവർ കുട്ടിയെ അവിടെ കിടത്തി വെള്ളമോ ഭക്ഷണമോ മനുഷ്യനെയോ കാണാൻ കഴിയുന്നിടം നോക്കി അടുത്തുള്ള സഫ പർവ്വതത്തിലേക്ക് ഓടി. എന്നാൽ ദൂരം കൂടി കുട്ടിയെ കാണാതെ വന്നപ്പോൾ വേഗത്തിൽ മർവ പർവ്വതത്തിലേക്ക് തിരിച്ചോടി. അവിടെയും ഒന്നും കാണാനായില്ല. വീണ്ടും ശ്രമിക്കണമെന്ന് ബീവി കരുതി. ഇങ്ങനെ ബീവി സഫയെയും മർവയെയും 7 തവണ ചുറ്റി. ബീവിയുടെ ഈ പ്രവൃത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. അള്ളാഹു ഹാജറ ബീവിയുടെ ഈ സുന്നത്തായ പ്രവൃത്തിയെ ഹജ്ജിന്റെ ഭാഗമാക്കി. അവർ അവസാനമായി മർവയിലെത്തിയപ്പോൾ ഇസ്മായിൽ നബിയുടെ അടുത്തു നിന്ന് വരുന്ന ഒരു ശബ്ദം കേട്ടു. വേഗം തന്റെ കുട്ടിയുടെ അടുത്തേക്ക് പോയി. ഹാജറ ബീവിക്ക് സഹായത്തിനായി അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചതായിരുന്നു അത്. അദ്ദേഹം സംസമിന്റെ സ്ഥാനത്ത് തന്റെ ചിറകുകൾ ബന്ധിച്ചു. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാൽക്കൽ നിന്ന് സംസം വലിയ നീരുറവ പുറത്തേക്ക് വരാൻ ആരംഭിച്ചു. അത് സംസമിന്റെ തുടക്കമായിരുന്നു. ഹാജറ ബീവി അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും വെള്ളത്തിലേക്ക് നോക്കുകയായിരുന്നു. വെള്ളം എല്ലായിടത്തും ഒഴുകുന്നത് കണ്ടപ്പോൾ വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ കിണറിനു ചുറ്റും ഒരു കല്ല് സ്ഥാപിച്ചു. സംസം എന്നാൽ നിർത്തുക എന്നാണ് അർത്ഥമാക്കുന്നത്. ബീവി കുഞ്ഞിന് കുടിക്കാനായി ധാരാളം വെള്ളം നൽകി. സംസം വെള്ളത്തിന്റെ ഉറവിടം കണ്ട് ആകൃഷ്ടരായ സഞ്ചാരികൾ അവിടെ താമസിക്കാനെത്തി. ദിവസങ്ങൾ കടന്നുപോയി. ഇസ്മായിൽ നബി മക്കയിൽ വളർന്നു. ഇബ്രാഹിം നബി തന്റെ കുടുംബത്തെ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഇസ്മായിൽ നബിക്ക് തിരിച്ചറിവായപ്പോൾ അദ്ദേഹത്തെ വീണ്ടും പരീക്ഷിക്കാനായി അള്ളാഹു തീരുമാനിച്ചു. സ്വപ്നത്തിൽ ഇസ്മായിൽ നബിയെ അറുക്കുന്നതായി ഇബ്രാഹിം നബി കണ്ടു. അദ്ദേഹം പെട്ടെന്നുണർന്നു. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണെന്ന് അറിയാമായിരുന്നത് കൊണ്ട് അദ്ദേഹം ആ സ്വപ്നം പിന്തുടരാൻ തീരുമാനിച്ചു. ഇബ്രാഹിം നബി മകനോട് സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്യൂ എന്നായിരുന്നു ഇസ്മായിൽ നബിയുടെ മറുപടി. അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ ബാപ്പയും മകനും ഇറങ്ങി. ഇസ്മായിൽ നബി തന്റെ പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അറുക്കാൻ തുടങ്ങുമ്പോൾ എന്റെ മുഖം കാണാതിരിക്കാനും നിങ്ങളുടെ കൈകൾ നിർത്താതിരിക്കാനും എന്റെ കിടക്ക നിലത്ത് കിടത്തുക. ഇബ്രാഹിം നബി അങ്ങനെ തന്നെ ചെയ്തു. കണ്ണുകളിൽ തുണി ചുറ്റിക്കെട്ടി കത്തി പിടിച്ച് കഴുത്തിൽ വെച്ചു. പക്ഷെ കത്തിയാൽ കഴുത്ത് മുറിഞ്ഞില്ല. കൂടുതൽ ശക്തി പ്രയോഗിച്ചു. ഒരു ആട്ടുംകുട്ടിയുടെ ശബ്ദം കേട്ട് ഇബ്രാഹിം നബി അത്ഭുതപ്പെട്ടു.
കണ്ണു തുറന്നപ്പോൾ ആടിന്റെ കഴുത്ത് മുറിഞ്ഞിരിക്കുന്നതും ഇസ്മായിൽ നബി ദൂരെ നിന്ന് പുഞ്ചിരിക്കുന്നതും കണ്ടു. അള്ളാഹു ഇബ്രാഹിം നബിയെ പരീക്ഷിച്ചതായിരുന്നു. ജീവിതകാലം മുഴുവൻ കുട്ടികളില്ലാതെ കിടന്നിട്ടും തന്റെ 86-ാം വയസ്സിൽ അദ്ദേഹത്തിന് ലഭിച്ച മകനായിരുന്നു ഇസ്മായിൽ നബി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ ഏക മകനെ ബലിയർപ്പിക്കാൻ ആ പിതാവ് സമ്മതിച്ചു. അള്ളാഹു ഒരിക്കലും കഠിന ഹൃദയനല്ല. അള്ളാഹു തന്റെ മകനെ ഇബ്രാഹിം നബിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയില്ല, മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു. ഇസ്മായിൽ നബിക്ക് പകരം സ്വർഗത്തിലെ മനോഹരമായ ഒരു ആടിനെ ബലിയർപ്പിച്ചു. ഇതിനുശേഷം അള്ളാഹു ഇബ്രാഹിം നബിയുടെ ഈ സുന്നത്ത് ലോകമെമ്പാടും നിലനിർത്തി. ഇന്നും മുസ്ലിമീങ്ങൾ ഹജ്ജ് സമയത്ത് ബലിയർപ്പിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബ്രാഹിം നബിയെ പോലെ ബലിയർപ്പിക്കാനുള്ള ആഗ്രഹം ആളുകളിൽ ഉടലെടുത്തു. തന്റെ ഏക മകനെ ബലിയർപ്പിച്ചതിനും സാറാ ബീവിയുടെ പുണ്യമായ ജീവിതത്തിനും പകരമായി അള്ളാഹു ഇബ്രാഹിം നബിക്കും സാറാ ബീവിക്കും മകനായ ഇസ്ഹാക്കിനെ കുറിച്ച് സന്തോഷവാർത്ത നൽകി. അന്ന് ഇബ്രാഹിം നബിക്ക് 120 വയസ്സായിരുന്നു, സാറാ ബീവിക്ക് 90 വയസ്സും. രണ്ടുപേരും വാർദ്ധക്യത്തിലെത്തി. ഈ വാർത്ത അറിയിക്കാൻ അള്ളാഹു മലക്കുകളെ അയച്ചു. മലക്കുകൾ ഇബ്രാഹിം നബിക്ക് അഭിവാദ്യം ചെയ്യുകയും ഇസാഖ് നബിയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ സാറാ ബീവി വളരെ ആശ്ചര്യപ്പെട്ടു. അവർ ചോദിച്ചു, എനിക്കിനി ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെ? അള്ളാഹുവിന്റെ കാരുണ്യമാണിത്. അവന് സാധ്യമാവാത്തതായി ഒന്നുമില്ല. ഇസ്മായിൽ നബിയെ കാണാൻ ഇബ്രാഹിം നബി മക്കയിൽ വന്നുകൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിൽ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും ഒരുമിച്ച് കഅബ പണിതു. നിർമ്മാണ സമയത്ത് അള്ളാഹു സ്വർഗത്തിൽ നിന്നൊരു കല്ലയച്ചു. അതാണ് ഹജറുൽ അസ്വദ്. അന്ന് ആ കല്ല് വെള്ള നിറമായിരുന്നു. ഇപ്പോൾ ആളുകളുടെ പാപങ്ങൾ കാരണം അത് കറുത്തതായി മാറിയിരിക്കുന്നു. നിർമ്മാണ സമയത്ത് ഇബ്രാഹിം നബി ഒരു കല്ലിൽ നഗ്നപാതനായി നിന്നു. ആ സമയം കല്ലുരുകി. അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ കല്ലിൽ വന്നു. ആ കല്ലിപ്പോൾ മക്കാം ഇബ്രാഹിം എന്നറിയപ്പെടുന്നു. ഇന്നും ആളുകൾക്കത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് കഅബ നിർമ്മിക്കപ്പെട്ടത്. ജനങ്ങൾക്കിടയിൽ ഹജ്ജ് പ്രഖ്യാപിക്കാൻ അള്ളാഹു ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചു. നബി ചോദിച്ചു, അള്ളാഹുവേ, എന്റെ ശബ്ദം ആരിലേക്കെത്തും? അള്ളാഹു മറുപടി നൽകി, അത് വിളിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് അറിയിക്കുക എന്നതാണ് എന്റെ ജോലി. അപ്പോൾ ഇബ്രാഹിം നബി അർഫത്ത് പർവ്വതത്തിൽ കയറി ആളുകളെ ബൈത്തുൽ ഹറമിൽ ഹജ്ജ് നിർവഹിക്കാനായി വിളിച്ചു. അള്ളാഹു അതിന്റെ അനുഗ്രഹങ്ങളാൽ ബൈത്തുൽ ഹറമിനോടുള്ള സ്നേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചു. അതുകൊണ്ടാണ് എല്ലാവർക്കും ഹജ്ജിനോടും ഉംറയോടും അതിയായ ആഗ്രഹമുണ്ടാകുന്നത്. ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും ബൈത്തുൽ ഹറമിൽ ഹജ്ജ് നിർവഹിക്കാൻ വരുന്നു. ഇബ്രാഹിം നബി 125-ാം വയസ്സിൽ വഫാത്തായി. നബിക്ക് നിരവധി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ വിശ്വസ്തനായ ദാസനായി തുടർന്നു. അതിനാൽ അള്ളാഹു ഇബ്രാഹിം നബിക്ക് ഖലീലുർ റഹ്മാൻ, അതായത് അള്ളാഹുവിന്റെ സുഹൃത്ത് എന്ന പദവി നൽകി അനുഗ്രഹിച്ചു.